ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവനെന്റെ സുഹൃത്തിന്റെ മകനാ സാർ. ഇവനെയും കൂട്ടുകാരെയും പോലീസ് ജീപ്പ് വേണം വീട്ടിൽ കൊണ്ടാക്കാൻ. ഓക്കെ സാർ. എന്നാ ചെല്ല്, നമുക്ക് പിന്നെ കാണാം. കിട്ടോ? ഇവനിവന്റെ മാമയെ തലയടിച്ചു പൊളിച്ച അവസ്ഥയില് ആ മനുഷ്യനിപ്പോ ശരീരം തളർന്ന ആശുപത്രിയിലാ. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തത് ഇവൻ ഒറ്റൊരുത്തനാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. നിർത്ത, നിനക്ക് മാത്രം വ്യക്തമായി അറിഞ്ഞാൽ മതിയോടാ. ഇവിടെ പോലീസുകാർ കൂടെ വ്യക്തമാവണ്ടേ? അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, നീ എപ്പോഴാ ഈ പോലീസിന്റെ പണി ഏറ്റെടുത്തത്? എടാ, പരാതി നീ തന്നെ തരികയും നീ തന്നെ പ്രതികളെ നേരിട്ട് പിടിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാടാ ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ തുറന്നുവെച്ചോണ്ടിരിക്കുന്നേ? നീ യൂണിഫോം ഇട്ടോണ്ട് ചെയ്യടാ ഈ പണി. നീ എന്തിനാ ആളായി കളിക്കുക? ആളായി കളിക്കല്ല, നല്ല ആണായിട്ട് കാണിച്ചതാ. അല്ലെങ്കിൽ ഇവരെയും തൂക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരില്ലല്ലോ. ഇവനീ പറയുന്നത് വല്ല സത്യം ഉണ്ടോടാ? സാറേ, ഇവ എന്റെ മാമാന്റെ വാടക വീട്ടിൽ താമസിക്കുന്നവനാ. ഇവന് ഞങ്ങളെ പോലുള്ളവരെ കാണുമ്പോ ഏതോ ചേമ്പിക്കറി കടിച്ചതുപോലുള്ള ചോദിച്ചില്ല. ഒരു കാര്യമില്ലാതെ സംസാരിച്ചോണ്ടിരുന്ന ഞങ്ങളെ ബലമായി പിടിച്ചോണ്ട് വന്നത്. ഞാൻ ചെയ്ത തെറ്റെന്താ? ആ വാടക വീട് ഒഴിയണമെന്ന് പറഞ്ഞു. അതിനിങ്ങനെയൊക്കെ പറയാൻ പോയാ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സാർ? സാറേ, നൂർജഹാൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി ഉടമ സുബൈർ എന്റെ മാമയാ. ആ മാമയെ ഞാൻ തലതല്ലി പൊളിച്ചിട്ടേക്കെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ. സാറേ, അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴേ കേസാവേണ്ടതാണ്. ഇതൊന്നുമല്ല സാറേ, ഞാൻ വാടക വീട് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞേ ചുരുക്കാ സാറേ. അവന് സുബൈർ നിന്റെ മാമയാകുമ്പോ നീ അബൂബക്കറിന്റെ മോനാത്ര? അതെ, നസീർ ബക്കർ. അങ്ങനെ വരട്ടെ. പാപ്പയും ഞാനും നല്ല സുഹൃത്തുക്കളാ. കഴിഞ്ഞ അവിടെ വന്നപ്പോഴും ഞങ്ങളമ്മ ഒന്ന് കണ്ടതാ. നിന്നെ എനിക്ക് കൊച്ചുനാളോട്ട് അറിയാം. നീ ഒരു കുഴപ്പവും ചെയ്യില്ലെന്നും എനിക്കറിയാം. കുഴപ്പമുണ്ടാക്കിയത് അപ്പൊ ദൈവന. നീ ഇവനെ തല്ലിയോടാ? തല്ലി. എന്തിനാ തല്ലിയത്? എന്റെ വീട്ടിൽ നിന്ന് പണം കൊണ്ടുപോയത് ഇവന്റെ ആളുകളാ. എടാ, പണം കൊണ്ടുവരി പറഞ്ഞോ? ഈ നസീർ പറഞ്ഞിട്ടാ പണം ഞങ്ങൾ എടുത്തേന്ന്. ഇവന്മാരെ പിടിച്ച് അകത്തിട്ട് ശരിക്കും ചോദ്യം ചെയ്താ ഇവന്മാർ തത്ത പറയുന്ന പോലെ പറയും. പണം എടുത്തതും സുബൈറക്കട തല തല്ലി ആശുപത്രിയിലാക്കിയതും ഈ പൊന്നാര മോൻ തന്നെയാണെന്ന്. അത് ശരി. അപ്പൊ നീ പോലീസുകാർക്ക് കേസ് കളിക്കാനുള്ള റൂട്ട് പറഞ്ഞു തരികയാണോ? ഈ പറഞ്ഞ സുബൈർ നീ തമ്മിലുള്ള ബന്ധം എന്താ? സുബൈർക്കട വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അയാളുടെ സംരക്ഷണമൊന്നും നീ ഏറ്റെടുത്തിട്ടില്ലല്ലോ. മൊത്തത്തിൽ ദത്തെടുത്തിട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോടാ? ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് അവിടുന്ന് ആരും പരാതി തരാത്ത സ്ഥിതിക്ക് ഞങ്ങൾ അങ്ങനെ ഈ നസീറിനെതിരെ കേസെടുക്കും? ദേ, ഭാര്യ കളക്ടറാണെന്ന് പറഞ്ഞ് വെറുതെ ഷോറൊക്കെയല്ലേ നീ? അതോ നീ നിന്റെ പഴയ ഗുണ്ടായസം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണോ? അതെ, എങ്കിൽ നീ ഒന്ന് കരുതിക്കോ. പഴയ ചന്ദ്രബോസ് അല്ല ഇപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഒന്ന് അറിഞ്ഞ് വിളയാടിയ നീ ലോക്കപ്പിൽ കിടന്ന് ചക്രശ്വാസം വലിക്കും. ഇല്ലെങ്കിൽ ഞാൻ വലിപ്പിക്കും. എന്റെ കൈപ്പാകത്തിൽ നീ വീഴാതിരിക്കാൻ ശ്രമിച്ച കാലം പോയ കാലത്ത് യൂറിൻ ഇൻഫെക്ഷൻ ഇല്ലാതെ കാലം തീർക്കാം. ഇല്ലെങ്കിൽ നേരെ ചൊവ്വെ പോകാത്ത രീതിയിലാക്കും ഈ ചന്ദ്രബോസ്. ഇനി സമൂഹത്തിലെ മാന്യന്മാരെ അവഹേളിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് നിന്റെ പേരിൽ കിട്ടിയാൽ അന്ന് തീർക്കും നിന്റെ ഈ ചട്ടമ്പിത്തരം. ഭാര്യ കളക്ടറാന്നുള്ള കാര്യമൊക്കെ കേരള പോലീസ് അങ്ങ് മറക്കും. അപ്പോ ബുദ്ധിമുട്ടിച്ചത് സോറി മോനെ. അവൻ കാണിച്ച പോക്രത്തരത്തിന്
ഒരു ചെറിയ പണി നമുക്ക് പിന്നെ കൊടുക്കാം. ശരി സാർ. അതിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും, എന്തിനും. ഓക്കെ ഓക്കെ സാർ. ഡോ, സർ. ഇവനെന്റെ സുഹൃത്തിന്റെ മകനാ. സർ. ഇവനെയും കൂട്ടുകാരെയും പോലീസ് ജീപ്പി വേണം വീട്ടിൽ കൊണ്ടാക്കാൻ. ഓക്കെ സാർ. എന്നാ ചെല്ല്, നമുക്ക് പിന്നെ കാണാം. കേട്ടോ? വണ്ടി ഇടറോ. കേറിയ കണ്ടോടാ വാദി പ്രതിയായത് എത്ര പെട്ടെന്നാണെന്ന്. അതാ ഈ യൂണിഫോമിന്റെ ഒരു കളിയെ. ഏത് രീതിയിലും ആരെ വേണമെങ്കിലും മറിക്കാം, തിരിക്കാം, വേണ്ടി വന്ന കൊലയാളിയും ആക്കാം. അതൊക്കെ പോലീസുകാരന്റെ പേനാത്തുമ്പിലായിരിക്കുന്നതേ. ഇനി നീ നിന്റെ മൂക്കിൻ തുമ്പത്തോ കോപവും കൊണ്ട് വന്ന ആ പേന കൊണ്ട് ഞാനൊരു വരയങ്ങ് വരയ്ക്കും. അത് നിന്റെ ആയുസ് രേഖയ്ക്ക് കുറയാവാതിരിക്കാൻ നീ പ്രാർത്ഥിക്കേ. ചന്ദ്രബോസേ, ഇത്രയും നേരം ഒന്നും മിണ്ടാകുന്ന നിന്റെ ഈ ആട്ടം കണ്ടത് നീ എത്രത്തോളം പറഞ്ഞു കേറും എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാ. പോലീസിന്റെ ചുമതലകളെ കുറിച്ച് നീ പറഞ്ഞല്ലോ. തേന കൊണ്ട് നീ എന്നെ അങ്ങ് പോറിക്കളയുന്നൊക്കെ. ശരിക്കും പോലീസിന്റെ കർത്തവ്യങ്ങളും ചുമതലകളും ഉള്ള അധ്യായത്തിലെ ആദ്യം വരുന്നത് എന്താണെന്നറിയോ? പക്ഷാഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക. അതാണോ ഇപ്പൊ ഇവിടെ നടന്നേ? സ്വന്തം ജോലി കൃത്യമായിട്ട് ചെയ്യാതെ അതിന്റെ നിയമാവശങ്ങൾ മനസ്സിലാക്കാതെ മാസവും ശമ്പളവും കിമ്പളവും വാങ്ങി കേരള പോലീസിനും കേരള സർക്കാരിനും മാനക്കേടുണ്ടാക്കുന്ന താനും രാത്രി തല മൂടിക്കെട്ടി വ്യഭിചരിക്കാൻ പോകുന്ന പകൽ മാന്യന്മാരും തമ്മിൽ എന്താണോ വ്യത്യാസം? മോനെ ചന്ദ്രബോസേ, എന്റെ ഭാര്യയെ കുത്തിയ കേസിലും എന്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ച കേസിലും എല്ലാത്തിലും നിന്റെ കയ്യിപ്പ് പതിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം കൂടി ചേർത്ത് കളക്ടറുടെ സഹായത്തോടെ മുകളിലേക്കൊരു പെരുക്കങ്ങ് പെരുക്കട്ടെ. താനീ പറഞ്ഞ കേരള പോലീസിന്റെ മുദ്ര വെച്ച തൊപ്പി എന്നേക്കായിട്ട് ഷോ കേസിലങ്ങ് ഇരിക്കും. വേണോ വേണ്ടയോ ഇപ്പൊ തീരുമാനിക്കണം. നസീറിനെ ഇപ്പം രക്ഷിച്ചു നിർത്തിക്കോ. പക്ഷേ ഇതെല്ലാം ചെയ്തത് അവനാണെന്ന് അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കാം.